പോറ്റിയെ കേറ്റിയതാരപ്പാ, കെ സി വേണുഗോപാലാണപ്പാ. പാട്ടിന്റെ ഈരടികൾ മാറുകയാണ്. ശബരിമല വിഷയത്തിൽ കോൺഗ്രസിന്റെ മൗനം നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താണ് അതിന് കാരണമെന്നുള്ളതാണ് ആദ്യം കേട്ട പാട്ടിന്റെ 2 വരികൾ. 2004 ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കയറിയത്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരാണ് കയറ്റിയത് എന്നതിനെ സംബന്ധിച്ച് എം.ബി. രാജേഷിന്റെ ഒരു വെല്ലുവിളി പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോയ വഴി പുല്ലുകുരുക്കാത്തൊരവസ്ഥയുണ്ട്. ഇത്രയും ദിവസം പോറ്റിയെ കയറ്റിയതാരപ്പാ പാടിക്കൊണ്ട് നടന്നവർ ഇപ്പോൾ ആ വിഷയത്തിൽ പോറ്റിക്ക് പിന്നാലെ തന്ത്രി അകത്ത് പോയി. ഇപ്പോൾ മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കെ സി വേണുഗോപാൽ കൂടി പുറത്തേക്ക് വരുമ്പോൾ ആ കയറ്റിയത് ആരപ്പ എന്നതിന് കൃത്യമായിട്ടുള്ള ഉത്തരമാവുകയാണ്. അതിനോടൊപ്പം തന്നെ എം.ബി. രാജേഷ് റിപ്പോർട്ടർ ചാനലിലൂടെ ഉയർത്തിയ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കോൺഗ്രസിലെ ഏവനെങ്കിലും നട്ടല്ലുറപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. സ്വർണ്ണക്കൊള്ള ആരോപണം വീണ്ടും ഉയർത്താൻ കോൺഗ്രസിനെ വെല്ലുവിളിച്ചിരിക്കുന്നു മന്ത്രി എം.ബി. രാജേഷ്. ആരോപണങ്ങളിൽ നിന്ന് കോൺഗ്രസ് പിന്നാക്കം പോകുന്നത് എന്തുകൊണ്ടാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കയറിയപ്പോൾ കെ സി വേണുഗോപാലായിരുന്നു ദേവസ്വം മന്ത്രിയെന്നും എം.ബി. രാജേഷ് പറഞ്ഞു. പോറ്റിയെ കയറ്റി എന്നായിരുന്നല്ലോ പാട്ട്. ഇപ്പൊ ആ പാട്ട് പാടാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പോറ്റി കയറിയത് 2004 അന്നത്തെ ദേവസ്വം മന്ത്രി കെ സി വേണുഗോപാലാണ്. ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷിതത്വമുള്ള അതീവ സുരക്ഷാ മേഖലയിലുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ എങ്ങനെ പോറ്റി കയറി എന്ന ചോദ്യം വന്നതോടുകൂടി പിന്നെ പോറ്റി എന്ന വാക്കേ മിണ്ടുന്നില്ലല്ലോ കോൺഗ്രസ്. പോറ്റി ഒരു LDF നേതാവിന്റെയും വീട്ടിൽ കയറിയിട്ടില്ല. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും അന്വേഷിക്കുന്ന SITക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം തീർത്തും തെറ്റാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞില്ലേ? അപ്പൊ എന്താണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പരിഭ്രമം എന്നാണ് വ്യക്തമാവുന്നത്. കട്ടോണ്ട് പോകുന്ന കള്ളൻ കട്ട മുതൽ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ബാക്കിയുള്ളവരെ നോക്കി കള്ളാ കള്ളാ എന്ന് വിളിക്കും പോലെയാണ് കോൺഗ്രസ്സുകാർ. തന്ത്രിയിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് ശബരിമലയിൽ എത്തിച്ചത്, അവർക്ക് ഈ സ്വർണം അടിച്ചു മാറ്റുകയായിരുന്നോ ലക്ഷ്യമെന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം. സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തുന്നു. സ്വാഭാവികമായിട്ടും ആരാണ് അനുമതി വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ ഗാന്ധി കുടുംബത്തിലെ കുശിനിക്കാരൻ ആരെന്ന് ചോദിച്ചാൽ മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കെ സി വേണുഗോപാൽ തന്നെയാണ്. അപ്പോൾ ആ കുശിനിക്കാരനാണ് 2004 ദേവസ്വം മന്ത്രിയായിരിക്കെ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയതും. ഇതും പോരാഞ്ഞിട്ട് തന്ത്രിയുടെ കുടുംബത്തിലെ നിത്യ സന്ദർശകർ ആരായിരുന്നു എന്നതിൻ്റെ ഫോട്ടോസ് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് ശബരിമല അയ്യപ്പ സംഗമം നടക്കുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന് ദ്വാരപാലക ശില്പം കാണാനില്ല എന്ന് പറഞ്ഞ് സ്പോൺസർ ചെയ്ത് അയച്ച വ്യക്തി ആരാണ് എന്നതിന് ഇനി SIT അവരെയും കൂടി വലിച്ച് പുറത്തേക്ക് ഇടാൻ പോകുന്ന ഘട്ടം എത്തിയപ്പോൾ കോൺഗ്രസ്സുകാർ പതിയെ ശബരിമല വിഷയം വിട്ടിട്ട് പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോവുകയാണ്. അവർ ചാനൽ ചർച്ചകളിൽ ജോസ് കെ മാണിതേ വരാൻ പോകുന്നു, വിസ്മയം സംഭവിക്കാൻ പോകുന്നു തുടങ്ങി അനാവശ്യ ചർച്ചകളിലേക്ക് വഴിതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ SIT ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത് KPCC ഓഫീസിൻ്റെ മുന്നിലാണ്. KPCC ഓഫീസിൻ്റെ മുന്നിലേക്ക് ശബരിമല സ്വർണം കട്ടതുമായി ബന്ധപ്പെട്ട് SIT എത്തിയപ്പോൾ വിഷയം പയ്യെ വിഴുങ്ങി. അതുകൊണ്ടാണ് എം.ബി. രാജേഷ് ഇന്ന് മാധ്യമങ്ങളിലൂടെ തന്നെ കോൺഗ്രസിനെ ഇത്രയും കാലം ഉയർത്തിയതുപോലെ ശബരിമല സ്വർണം കട്ട വിഷയം തൻ്റെ ഇടമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഉയർത്ത് എന്ന് കോൺഗ്രസിനെ വെല്ലുവിളിച്ചത്. നമുക്ക് നോക്കാം. ഇത്രയും ദിവസം ഇവർ ഉന്നയിച്ച അതേ ഗ്രാവിറ്റിയിൽ, അതേ ആവേശത്തിൽ, അതേ തീക്ഷ്ണതയിൽ ആ വിഷയം ഉന്നയിക്കുമോ ഇല്ലയോ എന്ന് അവിടെ നിങ്ങൾക്ക് പിടികിട്ടും. SIT സോണിയാഗാന്ധിയെ കൂടി വലിച്ചെടുത്ത് പുറത്തിടാനുള്ള അവസരത്തിലേക്ക് പോയപ്പോൾ കോൺഗ്രസിന്റെ നില വലിയ പരുങ്ങലിലായിട്ടുണ്ട്. അപ്പോഴാണ് KPCC ആഫീസ് എന്ന വൈക്കോൽ കൂലയ്ക്ക് മന്ത്രി എം.ബി. രാജേഷ് തീ കൂടിയിട്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടു തന്നെ അറിയാം.